കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയം അവലോകനം ചെയ്യുന്ന സിപിഐഎമ്മിന്റെ നിർണായക പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ ചേരും. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി അടുത്ത മാസം 2ാം വാരം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ അജണ്ട തയ്യാറാക്കാനാണ് പോളിറ്റ് ബ്യൂറോ യോഗം ചേരുന്നത്. പയ്യന്നൂർ, തളിപ്പറമ്പ് പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അവലോകന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ബൽറാം, ഈ തിരുത്തൽ സംബന്ധിച്ച് ശക്തമായ നടപടികൾ പ്രതീക്ഷിക്കാമോ PBയിൽ? ബൽറാം. ഉന്മേഷ്, അസിത, CPMന്റെ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ പ്രകടനം കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി അവലോകനം ചെയ്തിരുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് ആഴത്തിലുള്ള അവലോകനങ്ങൾ ആവശ്യമാണ് എന്നും തിരുത്തൽ നടപടികൾ വേണമെന്നും അതുകൊണ്ട് തന്നെ താഴെത്തട്ടിലുള്ള ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം വിളിച്ച് വിശദമായ അവലോകനവും തിരുത്തൽ നടപടികളും രൂപീകരിക്കാം എന്ന് തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ വിശദമായ ചർച്ചകൾ ഈ വിഷയത്തിൽ നടന്നത്. അടുത്ത മാസം 9-ന് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ഇത് പ്രത്യേക കേന്ദ്ര കമ്മിറ്റിയാണ് തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി. അതിനു മുന്നോടിയായി ആ യോഗത്തിന്റെ അജണ്ട തയ്യാറാക്കുക, റിപ്പോർട്ടുകൾ ക്രോഡീകരിക്കുക എന്നീ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് പോളിറ്റ് ബ്യൂറോ യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ പ്രധാനമായും കേരളത്തിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ട് ഇന്നത്തെ യോഗത്തിന് മുന്നിൽ വരും. പ്രധാനമായും ഈ തിരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലൊന്ന് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പാളിച്ചകൾ ഉണ്ടായി എന്നുള്ളതാണ്. ഒപ്പം തന്നെ നേതൃത്വത്തിന് ചില വീഴ്ചകൾ സംഭവിച്ചതായുള്ള വിലയിരുത്തലുണ്ട്. ഇതോടൊപ്പം തന്നെ പല വെള്ളാപ്പള്ളി നടേശൻ്റേത് അടക്കമുള്ള പരാമർശങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് ആ ഘട്ടത്തിൽ കഴിഞ്ഞില്ല. ഒപ്പം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് അടക്കമുള്ളവ ന്യൂനപക്ഷ വിഭാഗങ്ങളെ എതിരാക്കി മാറ്റി എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിന് മുമ്പ് വരും. ഇതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ നിന്നും ഉയരുന്ന നിർദ്ദേശങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ അടക്കമുള്ളവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും കേന്ദ്ര കമ്മിറ്റിയുടെ മുന്നിലേക്ക് ഒരു ചർച്ചയ്ക്കായുള്ള റിപ്പോർട്ട് എത്തുക. എന്തെല്ലാം വിഷയങ്ങളാണ് ഉയർന്നു വരിക, വിമർശനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഉയർന്നു വരുമോ തുടങ്ങിയ കാര്യങ്ങൾ ഏറെ പ്രസക്തമാണ്. എന്തായാലും തിരുത്തൽ നടപടികൾക്ക് ഉൾപ്പെടെ രൂപം നൽകുന്നതിന് വേണ്ടി തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ യോഗങ്ങൾ ചേരുന്നത്. അത് ഏത് തലം വരെ എന്നുള്ളത് തന്നെയായിരിക്കും ഏറ്റവും നിർണായകമായി മാറുക. ഉന്മേഷ്, അസിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.